നമുക്കൊരു പാർട്ടി, ഒരു ഫങ്ഷൻ ഇതൊക്കെ വന്നാൽ നമുക്ക് പോകാനും അതൊന്നും വേണ്ട, നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കാൻ ഈ ജോലിയൊക്കെ വീട്ടിലിരുന്ന് ചെയ്ത് അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വന്ന് നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ്സും നമ്മുടെ ഫേസിനൊരു മാറ്റവും കൊണ്ടുവരാനായിട്ട്, നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ശരിക്കും നല്ലൊരു ബ്രൈറ്റൻ കിട്ടാനുമായിട്ടും ഒരു 3 ചെറിയ വിദ്യകൾ കൂടെ നമുക്കൊരു ഫങ്ഷന് പോകാനോ ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് തലേ ദിവസം അല്ലെ ആ ദിവസം തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ ഒരു 30 കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഏറ്റവും നല്ലൊരു 3 സെക്ഷൻ വഴി നമുക്ക് ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ക്ലീനപ്പ് എന്ന് പറയാം ചിലപ്പോൾ. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെനിക്ക് കുറച്ചെങ്കിലും ആൾക്കാർ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ നിങ്ങളോടെല്ലാം എനിക്ക് ഒത്തിരി അധികം താങ്ക്സ് ഉണ്ട് കേട്ടോ. കമൻസ് ഒന്നും ഇല്ല, ചില വീഡിയോ ഒന്നും 5-10 പേര് പോലും കാണുന്നില്ല. എങ്കിലും എനിക്ക് കുറച്ച് പേര് എൻ്റെ വീഡിയോ കാണുന്നതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് കാണുന്നവരോട്. പക്ഷേ എങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ കൂട്ടുകാരും മറക്കരുത്. പിന്നെ ഞാൻ പറയുന്ന ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് ആ ക്ലീനപ്പിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് എന്താണെന്നറിയാമോ? നമ്മുടെ ഫേസ് നല്ലതായിട്ട് കഴുകിയിട്ട് വന്നിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് എടുക്കേണ്ടത്, നമുക്കിവിടെ വേണ്ടിയ താരം എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒരു ഓറഞ്ച് വേണം. പിന്നെ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ തൈരാണ്. പിന്നെ വേണ്ടിയത് നമുക്ക് ഹണി വേണം, കുറച്ച് മിൽക്ക് വേണം, കുറച്ച് ഗ്ലിസറിനും വേണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഓറഞ്ച് ഇല്ലെങ്കിൽ മൊസമ്പി ആണെങ്കിലും അതിനെ കട്ട് ചെയ്തിട്ട് ഒരു പീസ് മാറ്റി വെച്ചിട്ട് ആ ഒരു പീസ് കൊണ്ടാണ് ഞാൻ ഈ പറയേണ്ട ആദ്യ ഘട്ടങ്ങളിലെല്ലാം ചെയ്യേണ്ടത്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് എടുക്കാം, 1/2 ടീസ്പൂൺ റോ മിൽക്ക് എടുക്കാം, കാച്ചാത്ത പാലെടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഹണി എടുക്കാം. ഇത് 3ഉം കൂടെ 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ എടുത്തോ ഹണി കേട്ടോ, നമ്മുടെ ഫേസിൻ്റെ ഇതനുസരിച്ച്. ഇത് 3ഉം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ഫേസിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു ചെറിയ ഒരു 1 മിനിറ്റ് ഒരു ചെറിയ മസാജ് കൊടുത്ത് എല്ലായിടത്തും പിടിപ്പിച്ച് ഒരു 5 മിനിറ്റ് വെക്കുക. ഹണി എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ്. നല്ലൊരു മോയ്സ്ചറൈസ് തരും, നല്ലൊരു നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്താക്കാൻ പറ്റും, നല്ലൊരു സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് ഹണിക്ക് നല്ലതായിട്ട് കഴിയും. രണ്ടാമതാണ് നമ്മുടെ മിൽക്ക്. അറിയാമല്ലോ, മിൽക്കിൻ്റെ അകത്ത് നമുക്ക് ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നല്ലതായിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ സ്കിന്നിൻ്റെ നമ്മളെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതായിട്ട് മിൽക്കിന് കഴിയും. പിന്നെ ഓറഞ്ച് ജ്യൂസ്, വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള അതിൻ്റെ അകത്ത്. അങ്ങനെ അത് 3ഉം എടുത്ത് ഈ 5 മിനിറ്റിന് ശേഷം അത് വാഷ് ഔട്ട്, ഒത്തിരി കഴുകേണ്ട ഒരു വെള്ളത്തിലൊരു തുണി നല്ലൊരു ടവൽ മുക്കിയിട്ട് അതൊന്ന് തുടച്ച് കളയുക. സെക്കൻഡായിട്ട് നമുക്ക് വേണ്ടിയത് ഇതിൽ നിന്ന് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് എടുക്കുക, 1 ടീസ്പൂൺ റോസ് വാട്ടർ എടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ നമുക്ക് ആവശ്യമുള്ളത്, 1/2 ടീസ്പൂൺ മതിയെങ്കിൽ 1/2 ടീസ്പൂൺ കേട്ടോ, 1 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്ത് 1/2 ടീസ്പൂൺ ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുക. ഇതിൽ ഗ്ലിസറിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാനും സ്കിന്നൊന്ന് സ്മൂത്ത് ആകാനും ഏറ്റവും ബെസ്റ്റാണ്. അലോവേര ജെല്ലും നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആകാനും നമുക്കൊരു കൂളിങ് കിട്ടാനും ഏറ്റവും ബെസ്റ്റാണ് അലോവേര ജെല്ല്. പിന്നെ വേണ്ടിയത് നമുക്ക് ഓറഞ്ച് ജ്യൂസാണ്. പിന്നെ ഓറഞ്ചിൻ്റെ അകത്ത് അറിയാമല്ലോ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുക, റോസ് വാട്ടർ എടുക്കുക, ഗ്ലിസറിൻ എടുക്കുക, അലോവേര ജെല്ലെടുക്കുക. റോസ് വാട്ടർ ഏറ്റവും നല്ല നമ്മുടെ സ്കിന്നിനെ ഒന്ന് കൂളിങ് ചെയ്യാനായിട്ടും ഏറ്റവും നല്ലതാണ്. സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആകാനും
സ്കിൻ ലൈറ്റനാകാൻ ഏറ്റവും ബെസ്റ്റാണ് റോസ് വാട്ടർ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. ഇത് എത്രയാണോ നമുക്ക് വേണ്ടിയത്, റോസ് വാട്ടർ 1 ടീസ്പൂൺ എടുക്കുക, അലോവേര 1 ടീസ്പൂൺ എടുക്കുക, ഓറഞ്ച് ജ്യൂസ് 1 ടീസ്പൂൺ എടുക്കുക, 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ മതി. ഓക്കെ, ഇത് മൂന്നും മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ക്രീം പോലെ ആകും. അതുകൊണ്ട് നമ്മുടെ ഫേസിൽ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് ഒന്ന് മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഏറ്റവും നല്ലതായിട്ട് അപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആകും കേട്ടോ. നമ്മുടെ അഴുക്കൊക്കെ പോയിട്ട് നല്ല സ്കിൻ നല്ല ഫ്രഷ് ആകും. ഇതൊരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം തുടച്ച് കളയുക വെള്ളത്തിൽ. അതിനുശേഷം നമുക്ക് മെയിൻ പായ്ക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തൈരാണ്. തൈരെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനാകാനും ലൈറ്റനാകാനും ഏറ്റവും ബെസ്റ്റാണ്. അതിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡ്, ഫാറ്റി ആസിഡ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് നല്ലൊരു മോയ്സ്ചറൈസ് തരാനായിട്ട് നമ്മുടെ തൈരിന് കഴിയും. അപ്പം നമുക്ക് 1 ടീസ്പൂൺ തൈരെടുക്കുക, 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിക്കുക. അതിനെ ഒരു ക്രീം പോലാക്കി ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊരു തിക്ക് പായ്ക്കായിട്ടിടുക. നല്ല തിക്കായിട്ട് ഇടണം. അതൊരു 20 മിനിറ്റ് ലീവ് ഇറ്റ്. നിങ്ങളുടെ മുഖത്ത് വെച്ചോണ്ടിരിക്കുമ്പം ഒന്ന് ഡ്രൈ ആകും. ഒത്തിരി ഡ്രൈ അല്ല, ഒരു മീഡിയം നമുക്ക് ഡ്രൈ ആകുമ്പം നമ്മൾ മൊസമ്പി അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ പകുതി മുറിച്ച് മാറ്റി വെച്ചില്ലേ, ആ പകുതി എടുത്തിട്ട് നമ്മുടെ ഡ്രൈ ആയ ഫേസിലോട്ട്, നമ്മുടെ പായ്ക്ക് ഇച്ചിരി ഡ്രൈ ആകുമല്ലോ, 20 മിനിറ്റിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ആ ഓറഞ്ചിൻ്റെ പകുതി എടുത്ത് നമ്മുടെ ഫേസിൽ നല്ലതായിട്ട് മസാജ് ചെയ്ത് ആ ക്രീമിനെ എല്ലാം ലൂസാക്കി നമുക്ക് ഒരു 5 മിനിറ്റ് മസാജ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തോളം ഒന്ന് മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ഫേസ് കഴുകി വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, എന്ത് നല്ല മാറ്റം വന്നു ഫേസ്. അതെന്തുകൊണ്ടെന്നറിയാമോ? ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കൂടുതൽ സാധനങ്ങൾക്കും ഒരു ക്ലെൻസിങ് പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും നമ്മുടെ ഫേസിന് കേട്ടോ. അപ്പം 20 മിനിറ്റിന് ശേഷം ഇത് കഴുകി കഴിഞ്ഞിട്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഞാൻ ഒത്തിരി DIYയുടെ മോയ്സ്ചറൈസർ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇതെല്ലാവരും ഈ 3 സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഇതൊരു ക്ലീനപ്പ് ചെയ്താൽ നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് നല്ല ഒരു ഫേഷ്യൽ ചെയ്താൽ നമുക്ക് 2-3 ദിവസം കഴിയണ്ടേ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. അതിനേക്കാളും സഡനായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഈ കാര്യങ്ങൾ ചെയ്താൽ. ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, അത്ര നല്ലൊരു ബെസ്റ്റാണ് നമ്മുടെ മുഖത്തിന് തരുന്നത് ഇത് കൊണ്ട്. ഓക്കെ, ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവരും ഇത് കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ എൻ്റെ വീണ്ടുമുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു. അടുത്തൊരു വിഷയമായിട്ട് പിന്നെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.